மழை பொழிகிற இரண்டாம் நாளில் விழும் துளியில் மாசில்லை. இது ஒரு வகை இரண்டாம் பிறவி, வாழ்வில் இனிமேல் குறையில்லை. വെൽക്കം ടു ചെങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വിജയണ്ണന്റെ ദ ഗോഡ് മൂവിയിലെ സെക്കൻഡ് സിംഗിൾ ആണ്. അത് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, നമുക്കന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അല്ലെ. നമ്മൾ പ്രൊമോ ചെയ്തപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മൾ ട്രൈ അടിക്കാന്നുള്ളത്. യെസ്. അപ്പൊ പറഞ്ഞു തന്ന പാട്ടിന്റെ പേര് ചിന്ന ചിന്ന കൺകൾ എന്നാണ്. നമ്മൾ ആ പ്രൊമോ കേട്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും കൂടിയാണ് പാടിയിരിക്കുന്നത്, അതായത് ഭാവതരണിയും വിജയണ്ണനും കൂടിയാണ് പാടിയിരിക്കുന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം ആ ഒരു ഇങ്ങനെ നമ്മുടെ ലിയോയിൽ അങ്ങനത്തെ ഒരു സോങ് ഉണ്ടായിരുന്നു തോന്നുന്നു. അൻപനും സോങ് അതിന്റെ ഒരു ഫീല് നമുക്ക് ചെറുതായിട്ട് കിട്ടും ചെയ്തു. കാരണം ആ ഒരു ഫാമിലി പോസ്റ്ററും സാധനങ്ങളെ കാണിച്ച സമയത്ത് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നേരെ ആ ഒരു സോങ് കിട്ടണം. തുടങ്ങാം. റെഡി? சின்ன கண்கள் சிரிக்கிறதோ, கருவறை மீண்டும் மணக்கிறதோ, எட்டு வைத்து வானம் வருகிறதோ, தித்தி புயல் நெஞ்சில் மூழ்கிறதோ, கண்ணே இனியொரு போதும் பிரிவே இல்லை திஞ்சே, நீ ஒரு கோடி தாயின் பிள்ளை, உறவெல்லாம் ஒன்றாக, விழியெல்லாம் தேனாக, இருளெல்லாம் தூளாக, பறவை கூட்டில் விண்மீன் போக்க, வாராத மாமணியாய் வந்தாயே உய்வாக, மனசெல்லாம் மொழி வீச, மீசை கூட மழலை பேச, சின்ன சின்ன கண்கள் சிரிக்கிறதோ, கருவறை மீண்டும் மணக்கிறதோ, எட்டு வைத்து வானம் வருகிறதோ, தித்தி போய நெஞ்சில் மூழ்கிறதோ. ഫാമിലി ആയിട്ട് ചെയ്യുന്നത് ഇത് സംഭവം മറ്റേ പാർട്ടിപ്പോ തന്നെ കേട്ടോ. மழை பொழிகிற இரண்டாம் நாளில் விழும் துளியில் மாசில்லை. இது ஒரு வகை இரண்டாம் பிறவி, வாழ்வில் இனிமேல் குறையில்லை. யுத்தம் புரிகிற மண்ணில் மண்ணில் ரத்த பந்தம் போல் பலமில்லை. வா எழுந்திடு, வாழ் சுழற்றிடு, வான் கிழித்திடு, பயமில்லை. கீச்சை மறந்து போன கிளியின் மௌனம் போல, இதயம் தவித்த போது நீ இசையாய் உள்ளே வந்தாயே. உறவெல்லாம் ஒன்றாக, விழியெல்லாம் தேனாக, இருளெல்லாம் தூளாக, பறவை கூட்டில் വെൺമീൻ പൂക്ക. മനസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഒരു സാധനം, ഈ കിളിക്കൂട് പോലത്തെ ഒരു സാധനം. தோழி உன்னை பார்த்ததும் நேற்றின் முகம் யோசனையே, ரெட்டை ஜடை வாசனை நீதானா நிஜம்தானா? வயதின் முதல் காதலா, வார்த்தை இல்லா வெயிலா,
സാക്ഷിയില്ല സാരല നീദാനാ നിജംദാനാ അടിയേതും അറിയാ എൻ നെഞ്ചിൽ ഇറകാക വിഴുந்தாயே காலம் பருவம் கடந்தாலும் கலையாமல் நின்றாயே போவான் பல நாட்கள் பின்னே பின்னே வாழ்வோம் நாம் வளராத பிள்ளை போலே சின்ன சின்ன கண்கள் சிரிக்கிறதோ கருவறை நீந்தும் மணக்கிறதோ இட்டு வைத்து வானம் வருகிறதோ தித்தி போய நெஞ்சு மூழ்கிறதோ പൊളി പൊളി കേട്ടോ, പൊളി പൊളി. ഒരു രക്ഷയില്ല സോങ്, ഒരു രക്ഷയില്ല. സെക്കൻഡ് സിംഗിൾ, അതായത് ഫസ്റ്റ് സിംഗിൾ ഒരു ബീറ്റ് ഹൈ ബീറ്റ് ആയിരുന്നെങ്കിൽ സെക്കൻഡിൽ വരുന്ന സമയത്ത് അതിനകത്ത് ഭയങ്കര ഒരു ഫീൽ ഗുഡ് സംഭവം കാണിക്കാൻ നോക്കി. ആൻഡ് ദ വിഷ്വൽസ്, ആ ഒരു കാണിച്ചിരിക്കുന്ന വിഷ്വൽസിൽ ഭയങ്കര മാച്ചിങ് ഉണ്ടായിരുന്നു അല്ലേ ശരിക്കും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശരിക്കും ഈ ഹെഡ്സെറ്റിൽ നമ്മൾ ഹെഡ്ഫോണിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു എല്ലാ സംഭവവും കേൾക്കാം. മൈന്യൂട്ട് സാധനം കേൾക്കുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ ഒരു ഫീലിൽ തന്നെ ഇരിക്കാൻ തോന്നുന്നു. പ്രത്യേകിച്ച് ആ ഒരു മുട്ടുണ്ടല്ലോ, ഒരു ചെറിയൊരു ബീറ്റ്, ആ ബീറ്റ് ഇങ്ങനെ ചിക്ക് ചിക്ക്, ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒഴുക്കിൽ പോകുന്ന ഒരു ബീറ്റാണ്. ആൻഡ് അതിന്റെ കൂടെ തന്നെ വിജയണ്ണന്റെ വോയിസും അതുപോലെ ഭാവതന്റെ രണ്ടുപേരുടെയും വോയിസ് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ, ചേരുന്നുണ്ട്. അതായത് ഒരാള് പാടി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സമയത്താണെങ്കിൽ ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ ആ ഒരു ബീറ്റിനോട് ചേരുന്ന രീതിയിലാണ് രണ്ടുപേരുടെയും വോയിസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേൾക്കാൻ ഭയങ്കര സൂത്തിങ് കേട്ടോ. ഇനി എവിടെ ഇത് പ്ലേസിങ് വരിക എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഇനിയും ഏകദേശം നല്ല രീതിയിൽ ജീവിക്കാം അങ്ങനത്തെ എന്തൊരു സംഭവമൊക്കെയാണ് പറയാൻ നോക്കിയത്. അതുപോലെ എത്ര വയസ്സായാലും അതായത് എത്ര വയസ്സായാലും നമ്മൾ ഇനിയും ചെറുപ്പം പോലെ ജീവിക്കും, അങ്ങനെയുള്ള കുറെ സാധനമുണ്ട്. ആൻഡ് സല്യൂട്ട് ടു ദ മ്യൂസിക് ഡയറക്ടർ യുവൻ ശങ്കർ രാജ്. അദ്ദേഹത്തിന്റെ ഇപ്പൊ റീസെന്റ് കേട്ടതിൽ എനിക്ക് തോന്നുന്നു ഇത് ഗോയിങ് ടു ബി വൺ ഓഫ് മൈ ഫേവറേറ്റ് സംഭവം. കാരണം ഇതിലെന്തോ ഒരു പ്രത്യേകത, ഒരു സ്പെഷ്യാലിറ്റി, എന്തോ ഒരു സംഭവം ഉണ്ട്. ആ ഒരു ഫാമിലി പിക്ചേഴ്സും സംഭവങ്ങളൊക്കെ ആ ലിറിക്കലിൽ കാണിക്കുന്ന സമയത്ത് ആ വോയിസിൽ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് രണ്ടുപേരുടെയും വോയിസിൽ കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു സ്വീറ്റ് എന്നൊക്കെ പറയില്ല, ഒരു സ്വീറ്റ് ആ ഒരു കറക്റ്റ് എന്താ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആ മൊമെന്റിൽ ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറ്റ് ദ മൊമെന്റ് ഈ ഒരു സോങ് തിയേറ്ററിൽ വരുന്ന സമയത്ത് ഐ വോണ്ട് എന്താ പറയുക, ഫുൾ ആ ഒരു സൈലൻസ് വരുത്താൻ പോകുന്ന ഒരു പാട്ടാകാൻ സാധ്യതയുണ്ട് തോന്നുന്നുണ്ട്. കാരണം ഇല്ലേ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാവും. കാരണം ഗോട്ടിന്റെ ഒരു ഷോട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരെ കാണുക. അപ്പൊ ആ ഒരു സംഭവത്തില് കുറച്ചൊരു ബീറ്റ് കൂടുതലാണ്, ഏകദേശം ഒരു ധൂം എഫക്ട് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു സോങ്ങിന്റെ പ്ലേസിങ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്താവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും പെർഫെക്റ്റ് സോങ്. ഇത് വെങ്കട് പ്രഭുവിന്റെ മൂവിയിലെ ഒരു സോങ് പോലെ തോന്നുന്നില്ല. മറ്റേ മംഗളത്തിലൊക്കെ ഇതാണ് ഇതിന്റെ സോൾ. ഇതാണ് ഇനി അദ്ദേഹത്തിന്റെ പടത്തിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇമോഷണൽ സോങ് വരുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ സോൾ എന്തെങ്കിലും ആവാൻ പോകുന്ന ഒരു സാധനമാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോ ഈ ഫാമിലി ആയിരിക്കാം ചിലപ്പോ അതിന്റെ സോള്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത്രയും ഇമോഷണൽ അല്ല, ഒരു ഫീൽ ഗുഡ് സംഭവമാണ്. ഭയങ്കര സ്വീറ്റ് ആണ് എനിക്ക് അങ്ങനെ തോന്നിക്കണം. അവർ ഒരിക്കലും ഒരു പാട്ട് കേട്ട് ഒരു കണ്ണു നനയുന്ന സംഭവമല്ല, അതിനേക്കാളും ഭയങ്കര ഒരു എൻജോയ്, വേറൊരു ഫീൽ ഒരു ഹാപ്പി ഫീൽ, ഒരു നല്ലൊരു ഫീൽ കിട്ടുന്നത് പെർഫെക്റ്റ് ബർത്ത്ഡേ ട്രിബ്യൂട്ടും കൂടി ആയിരുന്നു ശരിക്കും ഈ ഒരു സോങ്. ആൻഡ് എനിക്ക് ഈ സോങ് കേട്ട് കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ഐ ഫെൽ ദ സിമിലാരിറ്റി ലൈക്ക് വിത്ത് ദ ലിയോ മൂവിയിലുണ്ടായിരുന്നു, വാരിസിലുണ്ടായിരുന്നു, അതിലൊക്കെ ഇങ്ങനത്തെ ഒരു സോങ് എവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു എന്താ പറയുക, വേറൊരു നല്ലൊരു രസമുള്ള ഒരു സംഭവം കേൾക്കാൻ മൾട്ടിപ്പിൾ ടൈം നമുക്ക് കേൾക്കാൻ പറ്റും ഈ ഒരു സംഭവം. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അത്രയേ ഉള്ളൂ.